നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. എന്തുകൊണ്ട് വിനി ജൂനിയർക്കും റാഫിഞ്ഞയ്ക്കും ഒന്നും അവരുടെ ക്ലബ് ഫുട്ബോളിലെ കളി ബ്രസീലിന് വേണ്ടി പുറത്തെടുക്കാൻ പറ്റുന്നില്ല? ആരാധകർ ഉയർത്തുന്ന ചോദ്യമാണ്. ഈ ചോദ്യം ബ്രസീലിയൻ താരത്തോട് ജാവോ പെഡ്രോയോട് ചോദിക്കുന്നു. ESPN അദ്ദേഹത്തിൻ്റെ വാക്കുകൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അദ്ദേഹത്തിന് ഈ ചോദ്യത്തിനുള്ള മറുപടി എന്താണ്? അദ്ദേഹം പറയുന്നു, തീർച്ചയായിട്ടും മുമ്പ് ബ്രസീലിയൻ ടീമിലെ ലെജൻഡുമാരുണ്ടായിരുന്നു. റൊണാൾഡോ, റൊണാൾഡിനോ, റൊമാരിയോ. ഇപ്പോഴത്തെ ടീം നോക്കുക. ഇപ്പോഴും നമുക്ക് ബിഗ് ക്ലബ്ബുകളിൽ കളിക്കുന്ന താരങ്ങളുണ്ട്. അന്നത്തെ പോലെ തന്നെ വലിയ ക്ലബ്ബുകളിൽ കളിക്കുന്നവരുണ്ട്. വിനി റയൽ മാഡ്രിഡിലാണ് കളിക്കുന്നത്. റാഫിഞ്ഞ ബാഴ്സലോണയിലാണ്. എസ്റ്റവായോ, ഞാൻ, അതുപോലെ തന്നെ ആൻഡ്രി, ഞങ്ങളെല്ലാം ചെൽസിയിലാണ് കളിക്കുന്നത്. ബിഗ് ക്ലബ്ബുകളിൽ കളിക്കുന്നവർ തന്നെയാണ് ഇപ്പോഴും ബ്രസീലിനുള്ളത്. പിന്നെ എന്താണ് ഇഷ്യൂ എന്ന് ചോദിച്ചാൽ, സ്വാഭാവികമായിട്ടും ബ്രസീൽ വേൾഡ് കപ്പ് നേടിയിട്ട് കുറേ വർഷങ്ങളായി. അപ്പോൾ ലോകത്തെ ഏറ്റവും മികച്ച ടീമാണ്, കുറേ കാലമായിട്ട് കിരീടം കിട്ടിയിട്ടില്ല എന്ന് പറയുമ്പോൾ ഒരു പ്രഷർ ഉണ്ടാകും. ആ പ്രഷർ മാത്രമേ ഇവിടെയുള്ളൂ. അത് നമുക്ക് പരിഹരിക്കാൻ പറ്റും. തീർച്ചയായിട്ടും ഞാൻ ഇംഗ്ലണ്ടിൽ കളിക്കുന്നു, വിനി സ്പെയിനിൽ കളിക്കുന്നു, റാഫിഞ്ഞ മറ്റൊരു ക്ലബ്ബ് കളിക്കുന്നു. അപ്പോൾ ഞങ്ങൾ പരസ്പരം കാര്യങ്ങൾ മനസ്സിലാക്കി വരാനുള്ളൊരു സമയം വേണം. ക്വസ്റ്റ്യൻ എന്താണെന്ന് വെച്ചാൽ, റയൽ മാഡ്രിഡിലെ വിനി, ചെൽസിയിലെ പെഡ്രോ, ബാഴ്സലോണയിലെ റാഫീഞ്ഞ, ഇത് പെട്ടെന്ന് മാറണം. ഇത് പെട്ടെന്ന് മാറും. ഞങ്ങൾ ഒരുമിച്ച് ബ്രസീലിന് വേണ്ടി മികച്ച പ്രകടനം നടത്തും. അപ്പോൾ അതിന് വേണ്ട എന്താണെന്ന് വെച്ചാൽ, ക്ലബ്ബിലെ പോലെ ട്രെയിനിങ്. ക്ലബ്ബിൽ ഞങ്ങൾ ഒരുമിച്ചാണ് നീണ്ട കാലം, ഒരു ഓൾ ഇയർ ഒരുമിച്ചുണ്ട് ട്രെയിനിങ് നടത്തും. അപ്പോൾ ക്ലബ്ബിൽ ആ തരത്തിലുള്ള പെർഫോമൻസ് അങ്ങനെ വരുന്നതാണ്. ദേശീയ ടീമിലേക്ക് വരുമ്പോൾ നമുക്ക് വ്യത്യസ്തമായിട്ട്, ക്ലബ്ബിൽ നിന്ന് വ്യത്യസ്തമായിട്ട് കാര്യങ്ങൾ ചെയ്യേണ്ടി വരും. അപ്പോൾ പെട്ടെന്ന് അഡാപ്റ്റഡ് ആവണം. അതാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. കൂടുതൽ ട്രെയിനിങ് ഒക്കെ വരുമ്പോൾ തീർച്ചയായിട്ടും കാര്യങ്ങളിൽ മാറ്റം ഉണ്ടാകും എന്നാണ് ഇപ്പോൾ ജാവോ പെഡ്രോ പറയുന്നത്. അതായത് ക്ലബ്ബിൽ ഇവരിങ്ങനെ കളിക്കുന്നു. അതിൻ്റെ കാര്യം എന്താണെന്ന് വെച്ചാൽ, നീണ്ട കാലം ഒരുമിച്ച് അവിടുത്തെ ക്ലബ്ബിലെ താരങ്ങളൊക്കെ ഉണ്ട്. പരസ്പരം ഒരു കെമിസ്ട്രി വർക്കൗട്ട് ആവും. അത് നടക്കുന്നു. അതേസമയം ഇൻ്റർനാഷണൽ ബ്രേക്കിന് കിട്ടുന്ന 10 ദിവസം 12 ദിവസമാണ്. അപ്പോൾ അതിനിടക്ക് ഈ ഒരു കെമിസ്ട്രി ഡെവലപ്പ് ചെയ്തെടുക്കണം. അതിന് സമയമെടുക്കും. പക്ഷേ കൂടുതൽ ട്രെയിനിങ് ഒക്കെ വരുമ്പോഴേക്കും ടീം മികച്ച രൂപത്തിലേക്ക് മാറും എന്നുള്ള പ്രതീക്ഷയാണ് ഇപ്പോൾ ജാവോ പെഡ്രോ പങ്കുവെക്കുന്നത്. വീഡിയോ അവസാനിക്കുന്നത്. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സിൽ എത്താം.